ഭയമില്ല, പക്ഷപാതമില്ല, വിട്ടുവീഴ്ച ഇനി ഒട്ടും ഉണ്ടാവത്തില്ല. ദിസ് ഇസ് റിയാലിറ്റി ബൈ ശാരിക. അൺമാസ്കിംഗ് അലൂമിനിയസ് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഭയങ്കര നല്ല കണ്ടന്റുകൾ പ്രദാനം ചെയ്യുന്ന ഭയങ്കര കൾച്ചേർഡ് ആയിട്ടുള്ള എന്തോ ഒരു ക്രൈം ത്രില്ലർ സംതിങ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അല്ല, കണ്ടന്റ് വെറും കച്ചറയാണ് സുഹൃത്തുക്കളെ. ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്കോ അമ്മമാർക്കോ പെണ്ണുങ്ങൾക്കോ ഒന്നും ഇരുന്ന് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് നാട്ടിലുള്ള പുരുഷന്മാരെ മുഴുവനും വിളിച്ചിട്ട് അതിനകത്ത് നാണം കെടുത്തണം. അവൻ സയന്റിഫിക് തിയറിയുടെ പേരും പറഞ്ഞ് മാക്സിമം നാണം കെടുത്തുന്ന ബയോളജി സാർ. അവനെ സ്വയം വിശേഷിപ്പിക്കുന്നത് അൺമാസ്കിംഗ് അണോമണിയിലെ അണ്ണനെ സ്വയം അവൻ വിശേഷിപ്പിക്കുന്നത് തമ്മിൽ വന്നപ്പോൾ വിശേഷിപ്പിച്ചത് ഞാനൊരു ബയോളജി സാറാണെന്ന്. ഇയാളെയൊക്കെ ബയോളജി സാറേ എന്ന് തന്നെയാണോ സാറേ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും വളരെ അവൻ്റെ കണ്ടന്റ് ചാനലിലെ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു സിൽബന്തി ഇൻസിഡൻസ് അവൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് ഇതുപോലെ വിടലത്തരം വിളിച്ച് പറയുന്ന ഒരുത്തൻ ഇരുന്ന് പറയുന്നത് കേട്ടു. ഒരു സ്റ്റേജിൽ പർദ്ദയിട്ട് നിൽക്കുന്ന സ്ത്രീയും നോർമലി അതായത് കുറച്ച് അല്പവസ്ത്രം അവരുടെ ഭാഷയിൽ അല്പവസ്ത്രം വരിച്ച് നിൽക്കുന്ന സ്ത്രീകളും തമ്മിൽ നിന്നാൽ ആരെയാണ് നിങ്ങൾ മോഡേൺ എന്ന് വിളിക്കുക? മോഡേൺ എന്ന് വിളിക്കുന്നത് വസ്ത്രധാരണം കണ്ടിട്ടാണെന്ന് തന്നെ ഇവർ പറഞ്ഞ് ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണോ? എന്താണ് മോഡേണിസം മിസ്റ്റർ? നമ്മുടെ ചിന്തകളിലാണ് മോഡേണിസം വരേണ്ടത് അല്ലേ? നമ്മുടെ പ്രവൃത്തിയിലാണ് വരേണ്ടത്, വസ്ത്രധാരണത്തിലാണോ വരേണ്ടത്? പിന്നെ ഇവന്മാരെ മെയിൻ ഐറ്റം, അതായത് ഇവരുടെ ചാനൽ മുഴുവനും ഇവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾ എനിക്ക് മനസ്സിലായ ഒരു ഉള്ളടക്കം അങ്ങനെയാണ്. എപ്പോഴും അടച്ചു മൂടി കെട്ടി കിടക്കണം, ഇല്ലെങ്കിൽ പുരുഷന്മാർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പിടിക്കും. നിങ്ങൾ വസ്ത്രധാരണം മോശമായതുകൊണ്ടും നിങ്ങളെ ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്. അതായത് അതൊരു ഫാഷനിലായാലും സിനിമയിലായാലും ഹോർഡിങ്സിലായാലും പരസ്യത്തിലായാലും എല്ലാത്തിലും സ്ത്രീകളെ കച്ചവട ചരക്കാക്കി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് തുണി കൊടുക്കാത്തത്. അതൊക്കെ ഒരു പാഷനേറ്റ് പ്രൊഫഷനായിട്ട് കാണുന്ന ആൾക്കാരാണ് മിസ്റ്റർ അത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള വകതിരിവില്ലാത്തതാണോ നിൻ്റെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോഡലിങ്ങിൽ പർദ്ദയിട്ട് വരാൻ പറ്റുമോ? സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ച് വേഷം ചെയ്യണ്ടേ? അതിനകത്ത് പോലീസ് ഓഫീസറായിട്ട് നടക്കുമ്പോൾ പോലീസ് ഓഫീസറിന് യൂണിഫോം ഇടണം. നീന്തൽക്കാരിയായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡൈവിംഗ് ട്രെയിനറായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ അവർ ഡൈവിംഗ് സ്യൂട്ടാണ് അവരിടേണ്ടത് അല്ലേ? അവിടെയൊക്കെ പർദ്ദ മാത്രം ഇട്ട് വരാൻ പറ്റുമോ? പറയൂ അണ്ണ. തനിക്കൊരു കാര്യം പറയാം. അവിടെ നമ്മുടെയൊക്കെ ഒരു 12 11 ഒക്കെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിൽ തിരുവിതാംകൂറൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിലെ ഭരണം, ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബയോളജി സാർ കുറച്ച് ചരിത്രം പഠിക്കുന്നതല്ലായിരിക്കും, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാവോന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ആണ് രാജ്യം, നാട്ടുരാജ്ഞിമാരായിരുന്നു, രാജാക്കന്മാരില്ലെന്ന്. അവരന്ന് ഒരുപാട് ആഭരണങ്ങൾ ധരിക്കും. മാറിടത്തിൽ നിറഞ്ഞു കിടക്കുന്ന തരത്തിൽ ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത്. അവർ അന്ന് മാറിടം മറച്ചിരുന്നില്ല. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ചരിത്രം പഠിച്ചാൽ നിനക്ക് അറിയാൻ സാധിക്കും. അന്ന് അതറിയണമെങ്കിൽ നമ്മുടെ മനു എസ് പിള്ളയാണോ മനു വർമ്മയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. മനു എസ് പിള്ളയുടെ ബുക്കുണ്ട്, ദന്തസിംഹാസനം എന്നാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര്. ഞാൻ വായിച്ചതാണ്, കുറേയധികം വായിച്ചിട്ടുണ്ട്. വലിയൊരു ബുക്കാണ്, എൻ്റെ കയ്യിലുണ്ടത്. അതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം, അങ്ങനെ ഒരു പുസ്തകത്തിൽ എന്തായാലും എഴുതിയിട്ടുണ്ട്. ചരിത്രം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ വായിക്കാറുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അത് എഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂറൊക്കെ വരുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് സ്ത്രീ ജനങ്ങളാണ്. അവർ മാറുമറച്ചിരുന്നില്ല. എപ്പോഴാണ് മാറുമറയ്ക്കാനുള്ള സിറ്റുവേഷൻ എത്തിയതെന്നൊന്നും പിന്നീട് അറിയില്ല. 14 നൂറ്റാണ്ടുകളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു. പക്ഷെ അതിനു മുമ്പ് 11 നൂറ്റാണ്ടിലൊന്നും സ്ത്രീകൾ ഭരിച്ചിരുന്ന കാലത്ത് സ്ത്രീകൾ നിറഞ്ഞ് ആഭരണങ്ങൾ ധരിച്ചിരുന്നതല്ലാതെ നോ ഡ്രസ് മാൻ. അന്നൊന്നും പുരുഷന്മാർക്ക് അവരെ റേപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആ നൂറ്റാണ്ടിലൊന്നും നമ്മുടെ പുരുഷന്മാർക്ക് പരിണാമം സംഭവിച്ചിട്ടില്ല. പരിണാമ സിദ്ധാന്തത്തിലൂടെ പരിണമിച്ചതല്ല ഇപ്പോഴത്തെ പുരുഷന്മാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നീ എന്തർത്ഥത്തിലാണ് പുരുഷന്മാർക്ക് ഇത് കാണുന്നത് കൊണ്ടാണ് ഉത്തേജനം ഉണ്ടാകുന്നത്? അതായത് ഹോർഡിങ്സിൽ കാണുന്ന സ്ത്രീ, ബിക്കിനി ഇട്ട് നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ബ്രാ ഇട്ട് നിൽക്കുന്ന സ്ത്രീയോട് തോന്നുന്ന ലൈംഗിക ഉത്തേജനം അവരോട് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് കൊച്ചുകുട്ടികളിലേക്കും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരിലേക്കും അവർ കാണിക്കുന്നു.
അവസരം കിട്ടുമ്പോൾ. അതാണ് അവൻ്റെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള സുഹൃത്തെ, ബയോളജി മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ നാടിനൊരു ചരിത്രമുണ്ട്. ബയോളജി ആണോ സത്യം? നിന്റെ ബയോളജി സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരഘടനയും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസും നമ്മുടെ നെർവ് സിസ്റ്റങ്ങളും നമ്മുടെ പേശിയും നാഡീ സിസ്റ്റങ്ങളും ഒക്കെ ഓക്കെ. പക്ഷെ നീ പറയുന്ന ബയോളജി ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല. അത്യാവശ്യം ബോധം ബുദ്ധിയുള്ളവരാരും കേട്ടിട്ടും കണ്ടിട്ടുമില്ല. എടാ, അങ്ങനെ ഒരുപാട് വിടലകൾ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ അങ്ങ് വാരി വിഴുങ്ങി തൊണ്ട വിടാതെ അങ്ങ് തിന്നുവാണോ ചെയ്യുന്നത്? അതിൽ ബോധവും ബുദ്ധിയും ഉള്ള ആൾക്കാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, ജനങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുന്നുമുണ്ട്. നീ എന്നതാ ഉദ്ദേശിക്കുന്നത്? സീരിയസ്ലി എനിക്ക് കേന്ദ്ര സർക്കാരിനോടും എനിക്ക് മുഖ്യമന്ത്രിയോടല്ല പറയാനുള്ളത്, എനിക്ക് അങ്ങ് അറ്റത്തിരിക്കുന്ന മോദി സാറിനോടും മോദിജിയോടും നമ്മുടെ ഇപ്പോൾ റൂളിംഗ് പാർട്ടിയോടും അതോടൊപ്പം നമ്മുടെ കേന്ദ്രീയ മന്ത്രാലയത്തോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കി ഒരു കണ്ടൻ്റൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ബാൻ റിമൂവ് ചെയ്ത് കളാ. പാവപ്പെട്ട അപ്പാവിയും അല്ല, കഷ്ടപ്പെട്ട് വല്ല ചെറിയ വല്ല എന്തെങ്കിലും രണ്ട് ചീത്ത അങ്ങോട്ട് വിളിച്ച് പട്ടി തണ്ടി ചറ്റ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കഴിയുമ്പോൾ തുടങ്ങും കമ്മ്യൂണിറ്റി ഗൈഡൻസ് വയലേറ്റ് ചെയ്തെന്നും പറഞ്ഞു. എടാ, ഇതിനൊക്കെയാണ് കമ്മ്യൂണിറ്റി ഗൈഡൻസ് വയലേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തോ ആയുമാർ ഒരു തലമുറ മുഴുവൻ വഴിതെറ്റിക്കുകയല്ലേ ഇവനൊക്കെ ഇരുന്നുകൊണ്ട്. ജെൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്, യുനോ. ഇന്ത്യക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി വരാൻ പോകുന്ന ജെൻ ആൽഫയും ജെൻ ബീറ്റയൊക്കെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഐ മീൻ ഞങ്ങളുടെ കരുത്തുറ്റ തലമുറയാണ്. അവരെയൊക്കെ ഇങ്ങനത്തെ വിടലത്തരം പറയാനുള്ള ഇങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ നിർത്തണം. കേന്ദ്രം, നിങ്ങൾ ഭരണത്തിലിരിക്കുന്നുള്ള ഇതൊക്കെ നിർത്തും. നിങ്ങൾക്കേ അത് പറ്റുള്ളൂ. കോങ്ങന്മാരൊക്കെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇച്ചിരി തട്ടുള്ളവർ വേണം അതിനൊക്കെ. അതുകൊണ്ട് ഈ അൺമാസ്കിങ് അലൂമിനി അങ്ങ് ചളുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലേ, എനിക്ക് ഇതിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആദ്യം പോയി ആ മനോജ് പിള്ളയുടെ ദന്തസിംഹാസനം പോയി പഠിച്ചിട്ട് പോവാം. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം, അതായത് ഇന്ത്യയുടെ ചരിത്രം, കേരള ചരിത്രം ഉണ്ട് അതിനകത്ത് അറിയാം അന്ന് ഭരിച്ചിരുന്ന രാജ്ഞിമാർ ധരിച്ചിരുന്ന എന്തായിരുന്നു. അവർക്ക് ധരണമില്ല. സോറി, ക്ഷമിക്കും, മലയാളം അങ്ങനെ ഒരു വാക്കില്ല, ധരണം. അവർ ധരിച്ചിരുന്നില്ല, ഒന്നും വസ്ത്രം ധരിച്ചിരുന്നില്ല. ഐ മീൻ മാറിടം മറച്ചിട്ടില്ല. ആഭരണങ്ങളാണ് അതിന് പകരം ഉപയോഗിച്ചിരുന്നത്. സോ അന്ന് അവരെ കാണാൻ വരുന്നവരൊക്കെ അവരെ കയറി പിടിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരെങ്ങനെയാണോ പിന്നെ ഒരു സംസ്ഥാനം ഭരിച്ചത്, ഒരു പ്രൊവിൻസ് ഭരിച്ചത്? ഇതൊക്കെ പോയി പഠിക്കാനിട അറിയത്തില്ലെങ്കിൽ ചുമ്മാ അങ്ങ് പറയുമായിരുന്നുണ്ട്. കുറേ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും എഴുതിയ പുസ്തകം എടുത്തു വെച്ചിട്ടുണ്ട് കൊണ. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, പാവപ്പെട്ട ഏതോ ഡോക്ടർ, നമ്മുടെ ഗായത്രി ഡോക്ടറെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ മുഖ്യമന്ത്രി വിളിച്ചു. ഞാൻ അതേ കേന്ദ്രമന്ത്രിയാണ് വിളിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയല്ല, മറ്റേ നരേന്ദ്രമോദി വിളിച്ചിട്ട് പറയും എൻ്റെ പൊന്നു ഇവനെയൊക്കെയാണ് ഈ നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യേണ്ടത്. ആ CJP എന്തെങ്കിലും ചെയ്യുന്ന പോലെ യുവമാർക്കിട്ടും കൊടുക്കും ഒരു പണി. വന്ദേ മാതരം.